എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിള് സർവീസിന് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു ട്രെയിനിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലെ താഴെ കാണുന്ന സാധനമല്ലേ, അടിവട കയറി പോണത്, അവിടെ പട്ടിയും പൂച്ചയും മാത്രമുള്ളതുകൊണ്ട് പുരുഷന്മാരൊന്നും ഇല്ലാതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ സാധനം കണ്ട് ഇവിടെ ഇത് പക്ഷേ ചെറുതാട്ടാ. കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെറിയ കയറ്റുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. സുഖമായിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നമ്മളങ്ങോട്ട് എത്തി. ഇവിടെ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം, അല്ലാണ്ട് ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇത് ഈ കാണുന്ന നീലക്കുറ്റിയില്ലേ, ഇത് ഈ നീലക്കുറ്റി ഇതാണ് നമ്മുടെ ഇതുമ്മ ടാഗ് ചെയ്താലാണ് ടിക്കറ്റായി. നമ്മുടെ കാർഡിൽ ടാഗ് ചെയ്താൽ കാശ് പോയി. ട്രെയിൻ വന്നു. കോപ്പ് ഇതുമ്മക്കുള്ളതല്ല, ഇത് ഇവിടേക്കുള്ളതാണ്, സിറ്റിയിലേക്ക്. എനിക്ക് പോകേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. എന്നിട്ട് തേങ്ങയിലാവട്ടെ, വന്നില്ലേ വീഡിയോ എടുക്കാം. 8 ബോഗിയുണ്ട്, 2 ട്രെയിൻ കണക്ട് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് പിടിച്ചാണ് സംഭവമാണ് എനിക്ക് തോന്നുന്നത്. AT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്ലാൻഡ് ട്രാൻസ്പോർട്ട്. ഇവിടെ ബസ്സിനും ട്രെയിനും ഫെറി ബോട്ടിനൊക്കെ കൂടി ഒരു കാർഡ് മതി, അതെല്ലായിടത്തും യൂസ് ചെയ്യാം. ഡോറൊക്കെ തുറന്നു, ഓട്ടോമാറ്റിക്കാണ്. പട്ടിക്കുഞ്ഞില്ലാന്ന് തോന്നുന്നു, ആരും വരണൊന്നും കാണാനില്ല. എന്നാലും വെറുതെ തുറന്നിട്ട് ഒരാൾ ഓടിക്കയറി, ഭാഗ്യമായി. ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്നാലോചിക്ക്, വെറുതെ ഒരാൾ ഇങ്ങോട്ട് കൊണ്ടല്ലോ, അടഞ്ഞു. ഇനിയില്ല. അപ്പോൾ ആ ട്രെയിൻ അത് പോവും. അത് പോയി കഴിഞ്ഞ് പിന്നെ വേറെ അത് പോയി. അങ്ങോട്ട് പോണില്ലല്ലോ, എന്തൊരു പതുക്കിയത് പോണത്. ആകെ 8 പോയുള്ളോ. ചട്ടപ്പെട്ടേന്ന് അങ്ങോട്ട് എടുത്ത് പോകേണ്ട സാധനമാണ്. അവരതിങ്ങനെ വെച്ച് പോട്ടണ്ട. ചെറിയതായ സ്പീഡായി. പോയി തീരാറാകുമ്പോൾ എല്ലാത്തിനും ഒരു സ്പീഡ് കൂടും. അത് ലോകത്തെല്ലായിടത്തുള്ളതാണ്. ഇനി എൻ്റെ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കണം. വന്നല്ലോ വനമാല, ഇതേ വരുന്നു. സാധനത്തിലാണ് നമുക്ക് പോകാനുള്ളത്. ഇതിങ്ങോട്ട് വന്ന് കിട്ടിയ പൊന്നാര മുത്തേ നമ്മളങ്ങോട്ട് കയറി വിട്ടേ പോവും. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോരട്ടെ ഇങ്ങോട്ട്, മന്ദം മയങ്ങി വരിക. ഇത് നല്ല കളർഫുൾ ട്രെയിനാട്ടാ, പാട്ടൊക്കെ വരച്ചിട്ടിട്ടുണ്ട്. ഇതിനും നേരത്തെ പോലെ തന്നെയാണ്, 8 ബോഗിയാണ് ഉള്ളത്. ഉള്ളിൽ നല്ല തിരക്കുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷെ ഉച്ച നേരമല്ലേ, ആരും ഇറങ്ങാനൊന്നുമില്ല. ഇതിൻ്റെ ഡോറ് തുറക്കട്ടെ. ഇതിൻ്റെ ഡോർ തുറക്കണമെങ്കിൽ പച്ച സ്വിച്ച് ഞെക്കിയാലും തുറക്കും, ഇല്ലെങ്കിലും തുറക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഞെക്കണ്ട, വെയിറ്റ് ചെയ്യാം. ഉള്ളിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങാണ്ട്. ചേട്ടത്താര ഇറങ്ങി, നമ്മളങ്ങോട്ട് കയറാം. അയാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നോക്കാനുള്ള ആളാട്ടാ. ഞാൻ എന്നപ്പോൾ നോക്കിയപ്പോൾ നല്ല തിരക്ക്, അത് കാരണം കുറച്ച് ഉള്ളി കയറിക്കാൻ വെച്ചു. ഒരു സൈക്കിളുണ്ട്. ഈ ട്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ, യാത്രക്കാരെക്കാളും കൂടുതൽ ടിക്കറ്റ് എക്സാമിനേഴ്സ് ഉണ്ട് ഇതിൽ. 4 ആൾ 5 ആളാണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നു, ഇവർക്ക് ശമ്പളം കൊടുക്കണ കാശുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഫ്രീ ആയിട്ട് ഓടിക്കാൻ തോന്നുന്നുണ്ട്. മതിലൊക്കെ കെട്ടി വേർതിരിച്ചിട്ടാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. ആകാശം കൊടുത്ത പ്രത്യേകത. എനിക്കിറങ്ങാനുള്ള സ്റ്റോപ്പായി തോന്നുന്നുണ്ട്. അയ്യോ, ഒന്നും മനസ്സിലാവണില്ല അങ്ങോട്ട്. ആയെന്ന് തോന്നുന്നു. ഇവിടെ രണ്ട് പിടിച്ച് ഞെക്കണ്ടത്. ഇത് തുറക്കുന്നതായിരിക്കേ, തുറക്കണാണല്ലോ പുല്ല്. ഇത് തുറന്നെങ്കിൽ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. തുറന്നു, ഇറങ്ങി പുറത്തേക്ക് കിടന്നു. ബസ് സ്റ്റോപ്പല്ല, ട്രെയിൻ സ്റ്റോപ്പ്. നേരെ പോവുക. നമ്മൾ വേറെ റൂട്ട് പിടിക്കുകയൊന്നുമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. നമ്മുടെ മുന്നിലൊക്കെ ആൾക്കാർ വേറെ നടന്നു പോകുമല്ലോ. വെട്ടത്തിൽ പറയാനോണം. മുകളിലേക്ക് കയറാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ പൊന്തിപ്പോണ സ്റ്റെപ്പുകളുള്ളതുകൊണ്ട് നമ്മുടെ ട്രെയിൻ പോകണ പോക്കോക്കിയേ. നേരത്തെ ട്രെയിൻ അങ്ങോട്ട് പോകാൻ കഴിച്ച പാട്. അപ്പോൾ അവനൊക്കെ നല്ല ഇവിടെ അത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ ഈ സാധനത്തമ്മ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പുറത്ത് തുറന്ന് അത് കയറി അങ്ങനെ ഇങ്ങോട്ട് പോയി പുറത്തേക്ക് കടന്ന ബസ് സ്റ്റോപ്പ് കാണാമല്ലോ. ബസ് വേണ്ട ബസ്സുണ്ട്, ഏത് ബസ്സിലാണെങ്കിൽ കയറാം. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ അവിടെയുള്ള ബസ്സിൽ തൊട്ടല്ലേ കാര്യമുള്ളൂ. 162 എൻ്റെ വീടിൻ്റെ അവിടേക്ക് പോണ ബസ്സിൻ്റെ നമ്പർ. അത് അപ്പുറത്താണെന്ന് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും പോയി നിൽക്കാം ഞാൻ. കുറേ സ്കൂൾ പിള്ളേരുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു സ്കൂളുണ്ട്, 6 സ്കൂളുണ്ട്. അവിടുത്തെ പിള്ളേരത്. അവരുടെ കൂടെ ഞാനും കയറി. സ്കൂൾ കുട്ടികളുടെ കൂടെ അകത്ത് കയറി
ബസ്സിലാണെങ്കിൽ ഫ്രണ്ടിൽ ഡ്രൈവറിനോട് ചേർന്നിട്ടാണ് ഈ സാധനം ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ അവിടെ പോയി നമ്മൾ ഈ സ്കൂൾ പിള്ളേരൊന്നും ടാഗ് ചെയ്യില്ല, അവർക്കൊക്കെ ഫ്രീ ആണ്. ഫ്രീ അല്ലെങ്കിലും അവർ ടാഗ് ചെയ്യുന്നില്ല. ഞാൻ ടാഗ് ചെയ്തു, തിരിച്ചു വന്നു. സ്കൂൾ പിള്ളേരും ഞാനും മാത്രം അങ്ങനെ ഇരുന്നു പോവായി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പിള്ളേരെ കൊണ്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ച് വന്നത്. അങ്ങനെ ഞാൻ പിള്ളേരെ ഇതിപ്പോൾ എന്തിട്ടുണ്ടായേ, പിള്ളേരെയും കൊണ്ട് ഞാൻ പോന്നു. പിള്ളേർ കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അന്നമ്മയുടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ കുട്ടപ്പൻ്റെ. അന്നമ്മ എന്ത് ചെയ്തു, അന്നമ്മേരെ കാർഡ് ആദ്യം ഇത് സംഗതി തുറന്നു. അന്നമ്മ പോയില്ല. അന്നമ്മ കുട്ടപ്പന് വേണ്ടി വെയിറ്റ് ചെയ്തു. കുട്ടപ്പൻ്റെ അടുത്ത് കുട്ടപ്പന് കിടക്കാൻ പറ്റാണ്ട് കുട്ടപ്പൻ പിടിക്കണമില്ല. അത് കുട്ടപ്പനെ പിടിച്ച് കുട്ടപ്പന അയാളതിൽ കൂടെ കടത്തി വിടാന്ന് പറഞ്ഞു. അന്നമ്മയ്ക്കാണ് തുറക്കാനും പറ്റണില്ല, അന്നമ്മ ഓൾറെഡി ഞെക്കിയതല്ലേ. പിന്നെ ഇപ്പം എന്തിനുണ്ടായ അവസാനം ഞാൻ തുറന്ന് ഞാൻ കിടന്നു. നമ്മുടെ ഭാഗം നമ്മൾ സേഫാക്കി. അന്നമ്മയും പിള്ളേരും വന്നു. അന്നമ്മ മാത്രം പെട്ടു. അന്നമ്മേനെ അറസ്റ്റ് ചെയ്ത് ജയിലിടാവോ, അന്നമ്മേരെ വർക്ക് ചെയ്യണമില്ല കോപ്പ്. അന്നമ്മ അയാൾ എന്നിട്ടൊക്കെ പറയണ്ടേ, ഈ പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അവിടെ സംസാരിച്ചേക്കാം. ഞാനൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, പുല്ല്. വന്നു ഭാഗ്യം രക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ താഴോട്ട് നേരത്തെ കയറി ഒന്നില്ലേ ട്രെയിൻ ഇറങ്ങിയത്. ഇപ്പോൾ ട്രെയിൻ കയറാൻ പോവുക. പിള്ളേരെയും കൊണ്ട് വന്നാൽ ഞാൻ ഒന്നും കൂടി പിള്ളേരെയും കൊണ്ടൊന്ന് മാളിലൊക്കെ ഒന്ന് പോകാൻ ചേട്ടേ, ക്രിസ്മസൊക്കെ അല്ലേ. അത് വീണ്ടും താഴോട്ട് നമ്മളിങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവാണ്. എന്തിട്ടുണ്ടാവുക, തരികട പിള്ളേരും ഞാനും ഞങ്ങൾ പോട്ടെ, അങ്ങോട്ട് ഇറങ്ങട്ടെ. അങ്ങോട്ട് ഇനി ട്രെയിൻ കയറാൻ നിൽക്കുകയാണ്. ഇനി ട്രെയിൻ കയറാൻ നിൽക്കുക. 3 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ മഞ്ഞ വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞയുടെ അവിടെ നമ്മൾ നിൽക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൈൻഡ് ദ ഗ്യാപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് വേണം നമ്മൾ നിൽക്കാൻ. അപ്പോൾ അത് നോക്കി ഇങ്ങനെ നിൽക്കുക. കുട്ടപ്പ ഭയങ്കര ആഹ്ലാദത്തിലാണ്. കുട്ടപ്പ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണത്. കുട്ടപ്പ അപ്പോൾ ചേച്ചി മഞ്ഞൽ ചവിട്ടി അപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ് കുട്ടപ്പ നിൽക്കണത്. കുട്ടപ്പ നിൽക്കില്ല മഞ്ഞൽ. കുട്ടപ്പന് നിയമം വിട്ടൊരു കളിയില്ല. ട്രെയിനാണെങ്കിൽ വരുന്നില്ല, പുല്ല്. ഇതൊന്ന് വന്ന് കിട്ടിയെങ്കിൽ നമുക്ക് വന്നല്ല വനമാല പിന്നെയും ഇതല്ല നോന്ത് നമ്മുടെ ട്രെയിൻ അറിയില്ല കേട്ടോ. പിള്ളേരൊക്കെ അറിയാം, അവർ നല്ല ഹാപ്പിയിലാണല്ലോ. പക്ഷെ ട്രെയിൻ അതല്ല തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും നിർത്തട്ടെ നോട്ടെ, നമ്മൾ കയറിയോ എനിക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്കുള്ള ട്രെയിനല്ല സാധാരണ വരാറ്. പിള്ളേർ പോകണ്ടല്ലോ, കയറുമോ? ഇതല്ല, ഇതാണോ? അല്ല, ആണ്, അല്ല, ആണ്. എന്നിട്ട് പെണ്ണാക്കണാവോ? എന്തായാലും നോക്കട്ടെ. പോണ്ട്. നല്ല സ്റ്റോപ്പ്. ഇവിടെ നിന്നു, ഗേറ്റ് തുറന്നു. കളർഫുള്ളൊരു ചായ. ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെയാണ്. ഞങ്ങൾ കയറി. പിള്ളേർക്ക് എവിടെയെങ്കിലും ഇരിക്കണം. എവിടെ ഇരിക്കും ഇപ്പോൾ പറ്റുന്നത്? പോയി സൈഡ് സീറ്റ് എനിക്കിഷ്ടമല്ല. നീളത്തിലോടുന്ന ട്രെയിനിൻ്റെ വട്ടത്തിലിരിക്കേണ്ട കാര്യമില്ല, നീളത്തിൽ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവരോട്. നടക്കുക. ട്രെയിൻ പിന്നെ ഫുള്ളാണ്, തിരക്കായതുകൊണ്ട് സീറ്റൊക്കെ കമ്മിയാണ്. കാരണം ഞങ്ങൾ ഒരു ബോഗി തന്നെ അങ്ങോട്ട് എടുത്തു. കയറിയിരുന്നു. അത് കഴിഞ്ഞു അവിടെ ഇറങ്ങി. ഞങ്ങളെ 2 ട്രെയിൻ കയറണം. 2ാമത്തെ ട്രെയിൻ അവിടെ ഇറങ്ങി. വീണ്ടും നമ്മൾ കാത്തിരിപ്പാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ അങ്ങനെ നമ്മൾ ആ ട്രെയിനിൽ കയറി. നമ്മളവിടെ നിന്ന് ഇറങ്ങി മാളിലെത്തി. കുട്ടപ്പൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ സാധനം. ഇങ്ങനത്തെ സ്കൂട്ടർ കണ്ട കുട്ടപ്പൻ കയറിയിരിക്കും. പിന്നെ 50 പൈസ ഒരു 2 ഇടണം. നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടപ്പൻ ഈ കയറിയിരിക്കൽ മാത്രമല്ല, വർക്കിംഗ് ഒന്നുമില്ല സംഭവം. അത് കാരണം അതങ്ങനെ കഴിഞ്ഞ് പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ക്രിസ്മസ് പാപ്പ അവിടെ നിൽക്കണേണ്ടത്. നേരെ ഓടി. മിന്നും മിഠായി കിട്ടുമല്ലോ. പിള്ളേരും മിഠായിയും തേങ്ങയും വാങ്ങി തന്നെ. ഇവർക്ക് ഇതന്നെ പാപ്പ സമ്മാനമൊക്കെ കൊടുത്ത് അവർ പറഞ്ഞു അപ്പനവിടെ മുകളിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പാപ്പ നോക്കിയോ, സ്നേഹമുള്ള പാപ്പ കെട്ടിപ്പിടിച്ചു ഒരു വീഡിയോ. അയാൾ നിന്നു. അയാൾക്കറിയാം അത് പരസ്യമാണ്. രക്ഷപ്പെട്ടില്ലേ പിള്ളേർ. അതങ്ങനെ ജിങ്കിൾ ബെല്ലടിച്ച് അയാൾ പോയി. പിള്ളേരും ഇങ്ങോട്ട് പോന്നു. മിഠായും കിട്ടി. ഇവിടെ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ആളൊക്കെ നല്ല ഭംഗിയിൽ ഇത് ചെയ്യും അവർ.